സന്തോഷത്തിൻ്റെ രാവുകളാണ് ഓരോ ക്രിസ്മസ് ചിന്തകളും. സമ്മാനങ്ങൾ നൽകുന്നു, മധുര പലഹാരങ്ങൾ നൽകുന്നു, ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നു, നക്ഷത്രങ്ങൾ തൂക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ സമ്മാനങ്ങൾ പരസ്പരം നൽകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ദൈവം തന്നെ ഒരു സമ്മാനമായി ലോകത്തിന് നമുക്കെല്ലാവർക്കുമായി നൽകി. അത് തൻ്റെ ദൈവികതയെ യഥാർത്ഥ മനുഷ്യത്വത്തിൽ പൊതിഞ്ഞ് നമുക്ക് എല്ലാവർക്കുമായി നൽകി. എന്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നത്? കാൽവരിയിൽ ഉയർന്ന മരം പുനഃസ്ഥാപിച്ച് പറുദീസായുടെ മരം വീണ്ടെടുക്കാനാണ് വർണ്ണമനോഹരമായ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്മസിന് കേക്കുകൾ ഉണ്ടാക്കുന്നത്? കാരണം പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തിലേക്ക് നമ്മെ നയിക്കുവാനാണ് മിശിഹ വന്നിരിക്കുന്നത്. അവൻ നമുക്ക് സ്വർഗത്തു നിന്നുള്ള അപ്പം തന്നിരിക്കുന്നു. എല്ലാ സ്വാദുകളും നിറഞ്ഞ, എല്ലാ മധുരവും നിറഞ്ഞ അപ്പം. എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങളും ദീപാലങ്കാരങ്ങളും? കാരണം സങ്കീർത്തനത്തിൽ പറയുന്നു, അങ്ങയുടെ വചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായ സത്യപ്രകാശവുമായ ക്രിസ്തു ഇതാ പുൽക്കൂട്ടിൽ ജനിച്ചിരിക്കുന്നു. ജനതകൾക്ക് പ്രകാശവും പ്രതീക്ഷയും രക്ഷയുമാണവൻ. അറിഞ്ഞും അറിയാതെയും ക്രിസ്മസ് കാലയളവിൽ ഇതെല്ലാം നാം ചെയ്യുമ്പോൾ ലോകം മുഴുവൻ ഈ ക്രിസ്തു രഹസ്യങ്ങൾ വിളിച്ചു പറയുകയാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, മനുഷ്യനായി പിറന്നിരിക്കുന്നത് ദൈവമാണ്.